ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് MT5 എന്ന ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നതിനെ കുറിച്ചാണ്. അതിൽ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഡെമോ അക്കൗണ്ട് അവർ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ MT5ൽ ട്രേഡ് എടുക്കാം, അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കണ്ടുവന്നവരാണ് എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ എന്തെല്ലാം ടൂൾസുകളാണ് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണം, ലിക്വിഡിറ്റി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറക്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറെ അത്യാവശ്യമാണ്. ആ ഒരു ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസുകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. എല്ലാ വീഡിയോസും നമുക്ക് അറിയുന്നതാണ്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മളുടെ സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. MT5 ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് MT5 എന്ന് സെർച്ച് ചെയ്താൽ തന്നെ MT5 അവിടെ വരുന്നുണ്ടാവും. ഈ ഒരു MT5 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പേജാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്പൺ ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഡെമോ അക്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും. അത് കൊടുത്ത് രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും അതിൻ്റെ പാസ്വേഡും കിട്ടും. അത് വെച്ചിട്ടാണ് ഈ ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. മുന്നോട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു MT5ൽ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. ഇവിടെ മെസ്സേജ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ആൻഡ് ലോഗിൻ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ആൻഡ് ഇമെയിൽ എന്നുള്ള രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഈ ലോഗിൻ എന്നുള്ള ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ ഒരു യൂസർ നെയിം, ജസ്റ്റ് ഒരു യൂസർ നെയിം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇമെയിൽ ID താഴെയുള്ള ബോക്സിലും കൊടുത്തിട്ട് ഗെറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെൽക്കം കമ്മ്യൂണിറ്റി അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സൈനിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലോഗിൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു യൂസർ നെയിം കൊടുക്കണം. ഈ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇമെയിലിലോട്ട് ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ആഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഫൈൻഡ് എ ബ്രോക്കർ എന്നുള്ള ഭാഗത്ത് ബ്രോക്കർ ചൂസ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ബ്രോക്കറെ കീഴിലാണ് ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ബ്രോക്കറെ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ലോഗിൻ ആൻഡ് പാസ്വേഡ് നിങ്ങളുടെ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങളുടെ റിയൽ അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതേ രീതിയിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ആകെ നിങ്ങൾ ചേഞ്ച് വരുത്താനുള്ളത് ഇവിടെ സെർവറിൽ വന്നിട്ട് ഫോറക്സ് ടൈം FXTM ഡെമോ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് അക്കൗണ്ട് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ റിയൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്. ഇനി അതല്ല നിങ്ങൾക്ക് MT5 തന്നെ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മെറ്റാ കോഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ബ്രോക്കറെ ഒന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുക്കണം. MT5ൽ നമുക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്നുള്ള ഈ മുകളിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഡെമോ അക്കൗണ്ട് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, അതുപോലെ സെക്കൻഡ് നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അക്സെപ്റ്റ് എന്നുള്ള ഈ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള രജിസ്റ്റർ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും ലഭിച്ചിട്ടുണ്ടാവും. ആ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നിങ്ങളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ഡൺ എന്ന് കൊടുത്താൽ തന്നെ ഈ ഒരു ID ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു ID നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചു തന്ന പോലെ ആഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു IDയും പാസ്വേഡും കൊടുത്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഇവിടെ $1,00,000 ആണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട്, അതായത് ഒരു ഡെമോ അക്കൗണ്ടിൽ നമുക്കിവിടെ തരുന്നത്. ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നേരത്തെ കാണിച്ചതുപോലെയുള്ള ആ ഒരു പേജാണ് വരുന്നത്. ബ്രോക്കറെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. കോഡ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം കറൻസികളാണ് ട്രേഡിങ്ങിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഓരോ കറൻസികൾ, ഓരോ രാജ്യത്തിലെയും കറൻസികളാണ് ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. യൂറോ USD ഉണ്ട്, അതുപോലെ USD JPY, അതുപോലെ തന്നെ GBP USD ഉണ്ട്. അങ്ങനെ കുറേ കറൻസികൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കറൻസിയിലാണ് ട്രേഡ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കറൻസി സെലക്ട് ചെയ്യുക. അത് ആദ്യം തന്നെ നിങ്ങൾ ചാർട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. അതായത് AUD വിത്ത് USD എന്നുള്ള ഈ ഒരു ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അത് ഡിഫറൻറ്റ്, അതായത് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റൗണ്ട് വരും. 50 മിനിറ്റ്, 30 മിനിറ്റ്, 1 ഹവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈമറിലോട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 1 ഹവറിൻ്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ഡേ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ D1 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ, അതായത് 1 ഡേ ചാർട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ക്യൂഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാവും ചെയ്യുന്നത്. ഈ ഒരു ഗോൾഡ് XAU USD എന്ന പെയറാണ്. ആ ഒരു USD ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇനി അങ്ങനെയുള്ള പെയറുകൾ ഞങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുകളിലുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫൈൻഡ് സിമ്പിൾസ് എന്നുള്ള ഭാഗത്ത് XAU USD എന്ന് സെർച്ച് ചെയ്യുക. അതായത് ഗോൾഡിൻ്റെ സിമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സിമ്പിളാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ XAU USD ഗോൾഡ് VS US ഡോളർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കോഡ്സിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ താഴെ ഭാഗത്തായിട്ട് ആ ഒരു സിമ്പിൾ കാണാൻ പറ്റും, XAU USD എന്ന് കാണാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഡ്സിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നേരെ മുകളിലുള്ള ആ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു മുകളിലുള്ള ഡിലീറ്റ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സിമ്പിൾസുകൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇപ്പം ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ XAU USD അതായത് ഗോൾഡിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തത്. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഗോൾഡിൽ 1 ഡേ ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് ഗോൾഡിൽ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് 1 ഹവറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഒരു 3 ഹവറായിട്ട് ഇവിടെ ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഇതിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം, അതായത് സ്പോട്ടിൽ എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ജസ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു എൻട്രി എടുക്കാം എന്നുള്ളതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു റെഡ് ആൻഡ് ബ്ലൂവിൻ്റെ ഒരു സ്ക്വയർ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുകളിൽ സെൽ ആൻഡ് ബൈ എന്നുള്ളൊരു ഓപ്ഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ലോട്ടും വന്നിട്ടുണ്ടാകും. 0.01 ലോട്ടാണ് ഏറ്റവും മിനി ലോട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനത് ഈ ഒരു ട്രേഡിൽ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇനി എങ്ങനെ ഒരു ട്രേഡ്, അതായത് സ്പോട്ടിൽ എങ്ങനെ ഒരു ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഒരു സെല്ലാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ടിക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് വന്നത്. അപ്പോൾ നേരത്തെ സെല്ലടിച്ചപ്പോൾ സെല്ലായിട്ടില്ല, വീണ്ടും ഞാനൊരു സെല്ല് കൊടുത്തു. 0.01 ലോട്ടിനാണ് ഇവിടെ സെല്ല് പ്ലേസ് ആയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് താഴോട്ട് വന്നാലാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ, മുകളിലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് ആവും സംഭവിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ നേരെ താഴ്ഭാഗത്തുള്ള ട്രേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ട്രേഡിങ്ങിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ബാലൻസിൽ നമ്മുടെ $1,00,000 കാണാം. ഇക്വിറ്റിയിൽ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ള എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാവും ഇക്വിറ്റിയിൽ നമുക്ക് എമൗണ്ട് കാണിക്കുന്നത്. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡോളറിനാണോ നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടാണ് മാർജിൻ എമൗണ്ടിൽ വരുന്നത്. ഈ ഒരു മാർജിൻ എമൗണ്ട് ഏറ്റവും ലോ വരണമെന്നുണ്ടെങ്കിൽ ലിവറേജ് നിങ്ങൾ എത്രത്തോളം കൂട്ടുന്നുണ്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിവറേജ് നിങ്ങൾ എത്രത്തോളം കൂട്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും മാർജിൻ എമൗണ്ടിൽ ഈ ഒരു ഡോളേഴ്സ് കാണിക്കുക. ഇനി ഫ്രീ മാർജിനിൽ വരുന്നത് നിങ്ങൾ ട്രേഡിംഗ് എടുത്ത എമൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രേഡ് നടക്കുന്നതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ഫ്രീ മാർജിനിൽ വരിക. അതായത് ഈ ഒരു ഫ്രീ മാർജിനിൽ എത്രത്തോളം ഡോളർ ഉണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ മിസ്, അപ്പോൾ നമ്മളുടെ ട്രേഡിങ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഏകദേശം ഒരു $1.5 പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ഇങ്ങനെ നടക്കുന്നത്.
ഈ ഒരു ട്രേഡിൽ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ആ ഒരു ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലോസ് പൊസിഷൻ ഉണ്ട്, മോഡിഫൈ പൊസിഷൻ ഉണ്ട്. ക്ലോസ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ഈ ഒരു എമൗണ്ടിൽ ക്ലോസ് ആവും. മോഡിഫൈ പൊസിഷൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ TP പറഞ്ഞാൽ ടേക്ക് എ പ്രോഫിറ്റ്. ടാർഗറ്റ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ടൈപ്പ് ചെയ്തിട്ട് താഴെ ഭാഗത്തുള്ള മോഡിഫൈ കൊടുത്തു. ഓക്കെ, ഇവിടെ ടാർഗറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ഡൺ ആയിട്ടുണ്ട്. ഇനി ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിൽ കാണാൻ പറ്റും നിങ്ങളുടെ എൻട്രി പൊസിഷൻ എവിടെയാണ്, TP വെച്ചത് നിങ്ങൾ എവിടെയാണ്, SL എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഈ ഒരു ട്രേഡിൻ്റെ SLഉം അതുപോലെ തന്നെ ടാർഗറ്റ് നിങ്ങൾക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ഒരു ട്രേഡ് എടുത്തിട്ട് മോഡിഫൈ പൊസിഷൻ എടുക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് മോഡിഫൈ കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ ടാർഗറ്റ് ഒന്നും ഹിറ്റ് ആവാതെ ഓട്ടോമാറ്റിക്കലി ഹിറ്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാനുവലായിട്ട് തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ട്രേഡ് ഓപ്ഷൻ എടുക്കുക. ആ ഒരു ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലോസ് പൊസിഷൻ എന്ന് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തായിട്ട് ക്ലോസ് വിത്ത് പ്രോഫിറ്റ് എന്ന് കാണാം. എത്രത്തോളം പ്രോഫിറ്റ് ആണ് എന്നുള്ളതും എമൗണ്ടും കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ ട്രേഡ് എന്തായി എക്സിക്യൂട്ട് ആയത് കാണാൻ പറ്റും. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ബാലൻസ് കാണാം. അതായത് 1,00,000 കൂടെ $1.25 ആഡ് ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ട്രേഡിൻ്റെ പ്രോഫിറ്റ് ആണ് ഇവിടെ ആഡ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹിസ്റ്ററി കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തുള്ള ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേ ഹിസ്റ്ററി കാണാം, വീക്കിലി ഹിസ്റ്ററി കാണാം, മന്ത്ലി ഹിസ്റ്ററി കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റ് എത്ര സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി തന്നെ ഇവിടെ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വലിയ ലോട്ടുകൾ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ മുകളിലുള്ള ലോട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. 0.01 എന്നുള്ളത്. അതിന് തൊട്ടപ്പുറത്തുള്ള ഡൗൺ ആൻഡ് അപ്പ് ഒരു ആരോ മാർക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ട് കൂട്ടാനും അതുപോലെ തന്നെ ഡൗൺ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ട് കുറക്കാനും പറ്റും. അവിടെ കൊടുത്തിട്ടുള്ള ഏത് ലോട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ലോട്ട് അതിലില്ല എന്നുണ്ടെങ്കിൽ നേരെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ആ ഒരു ലോട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു 1 ലോട്ടിൽ ഇനി ട്രേഡ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ 1 ലോട്ട് എടുത്തു. സ്പോട്ടിൽ ട്രേഡ് എടുക്കുന്ന കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഒരു സെൽ എൻട്രി എടുത്തു. ട്രേഡ് ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ലോസിലാണ് സംഭവിക്കുന്നത്. 1 ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആ ഒരു ട്രേഡ് പ്രോഫിറ്റിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ട്രേഡ് ഓപ്പൺ ചെയ്തു. ഏകദേശം $125 പ്രോഫിറ്റിൽ കിടക്കുന്നത്. ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം $100 മുകളിൽ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ആ ട്രേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് പൊസിഷൻ എടുത്തു. അപ്പോൾ തന്നെ ഇവിടെ ക്ലോസ് വിത്ത് പ്രോഫിറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ക്ലോസ് ചെയ്തു. ടോട്ടലി പ്രോഫിറ്റ് ഇവിടെ കാണാൻ പറ്റും. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിൽ $87 പ്രോഫിറ്റ് എടുത്തതും കാണാൻ പറ്റും. അതായത് ടോട്ടൽ $88.25 ജസ്റ്റ് ഒരു കാമണിക്കൂറിൻ്റെ ഒരു ഡിഫറൻറ്റിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തത്. പക്ഷേ ഈ ഒരു പ്രോഫിറ്റ് കണ്ടിട്ടൊന്നും നിങ്ങൾ ഓടിക്കേറി ഫോറക്സിലോട്ട് വരാൻ നിൽക്കണ്ട. 2 രീതിയിലും ഫ്രീ ആയിട്ടുള്ള ഡെമോ അക്കൗണ്ടിലും റിയൽ അക്കൗണ്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തെങ്കിലും ഡിഫറൻറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓടിക്കേറി ആരും എന്ത് ചെയ്യരുത്, പോയിട്ട് ട്രേഡ് എടുക്കുക. നല്ല പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നല്ല പോലെ ഡെമോ അക്കൗണ്ട് ട്രേഡ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺഫേം ആയിട്ടുള്ള ഒരു എൻട്രി എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. കൺഫേം മീൻസ് അതായത് നിങ്ങൾക്കൊരു സിഗ്നലൊക്കെ കിട്ടിയിട്ട് ആ സിഗ്നൽ വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം. നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ MT5 ആ ഒരു ട്രേഡ് എടുക്കാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ട്രേഡ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് മുകളിലുള്ള പ്ലസ് എന്നുള്ള ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ടാകും. ഇവിടെ ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ബൈ ലിമിറ്റ് ഉണ്ടാവും, സെൽ ലിമിറ്റ് ഉണ്ടാവും. നിങ്ങൾ ബൈ ആണോ സെല്ലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെല്ലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ലോട്ട് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാൻ 1 ലോട്ട് തന്നെയാണ് എടുക്കുന്നത്.
പിന്നെ നോർമലി മാർക്കറ്റ് പ്രൈസ് അവിടെ കാണുന്നുണ്ടാവും. പിന്നീട് പ്രൈസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ എൻട്രി പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് തൊട്ട് താഴെ SLും TPയും കാണാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ടാർഗറ്റ് എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ഇവിടെ പ്ലേസ് ആയത് കാണാൻ പറ്റും. പക്ഷെ ഓർഡർ കൺഫേംഡ് ആയിട്ടില്ല. ഇനി ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതായത് ഇവിടെ ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി കുറച്ച് മുകളിലാണ് നമ്മളുടെ സെല്ലിൻ്റെ ലിമിറ്റ് ഉള്ളത്. അതായത് നമ്മളുടെ സെൽ എൻട്രി വെച്ചിട്ടുള്ളത് എന്താണ്, മാർക്കറ്റിന് കുറച്ച് മുകളിലാണ്. $1641 ഈ സെൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ഒരു സെൽ എൻട്രി എക്സിക്യൂട്ട് ആവും. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോഫിറ്റിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇനി അതെല്ലാം മാനുവലി ക്ലോസ് ചെയ്യാൻ സിസ്റ്റമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. MT5 എങ്ങനെ ഒരു പെട്ടെന്ന് എൻട്രികൾ പ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ടുള്ള എൻട്രികൾ പ്ലേസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായിട്ട് കാണാം.